നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ല് ലോഗോയും ട്രേഡ് മാർക്കും ലഭിച്ചു. ഓണവില്ല് നിർമ്മിക്കുവാനും വിൽപ്പന നടത്തുവാനുമുള്ള അവകാശം ക്ഷേത്രത്തിന് മാത്രമായിരിക്കും. തിരുവോണ ദിനത്തിൽ ക്ഷേത്രത്തിന് വേണ്ടി 12 വില്ലുകൾ നിർമ്മിച്ച് സമർപ്പിക്കുന്നത് തുടർന്നും കരമന മേലാറന്നൂർ വിളയിൽ കുടുംബമായിരിക്കും. തിരുവോണ ദിനത്തിൽ ക്ഷേത്രത്തിന് വേണ്ടി 12 വില്ലുകൾ നിർമ്മിച്ച് സമർപ്പിക്കുന്നത്. എന്നാൽ വില്ല് നിർമ്മിക്കുന്നതിനോ വിൽക്കുന്നതിനോ ഇവർക്ക് അധികാരമുണ്ടായിരിക്കില്ല. കടമ്പ് വൃക്ഷത്തിന്റെയും മഹാഗണിയുടെയും തടികളിലാണ് ഓണവില്ല് നിർമ്മിക്കുന്നത്. 4.5 അടി, 4 അടി, 3.5 അടി നീളത്തിലാണ് ഓണവില്ലിന്റെ നിർമ്മാണം. പ്രകൃതിദത്തമായ ചായക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് ചിത്രം വരയ്ക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ താഴികക്കുടം ഇരിക്കുന്ന വള്ളത്തിന്റെ ആകൃതിയിലാണ് വില്ല് നിർമ്മാണം. 41 ദിവസം വ്രതമെടുത്താണ് കുടുംബക്കാർ ഇതിന്റെ ചിത്രരചന പൂർത്തിയാക്കുന്നത്. തിരുവോണ ദിവസം പുലർച്ചെ 5:30 ക്ഷേത്രത്തിലെ കൊടിമരത്തിന് ചുവട്ടിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. ദശാവതാരം, അനന്തശയനം, ശ്രീരാമ പട്ടാഭിഷേകം, കൃഷ്ണലീല, ശാസ്ത, വിനായക എന്നിവയാണ് ഈ വില്ലുകൾ. ഓരോന്നിന്റെയും 2 വീതം 12 എണ്ണമാണ് സമർപ്പിക്കുന്നത്. ഓണത്തിന് ശേഷം ഈ വില്ലുകൾ തിരുവിതാംകൂർ കൊട്ടാരത്തിന് കൈമാറും. അഡ്വക്കേറ്റ് ബിന്ദു ശങ്കരപിള്ളയാണ് ക്ഷേത്രത്തിലെ പ്രതിനിധീകരിച്ച് ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ അപേക്ഷ സമർപ്പിച്ചത്. പാതാളത്തിലേക്ക് വാമനൻ മഹാബലിയെ അയക്കുന്നതിന് മുൻപ് വിഷ്ണുവിന്റെ വിശ്വരൂപം കാണാനുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. വർഷം തോറും പ്രജകളെ കാണാൻ എത്തുമ്പോൾ വിഷ്ണുവിന്റെ അവതാര കഥകൾ കാണാനുള്ള ആഗ്രഹം മഹാബലി പ്രകടിപ്പിച്ചു. തുടർന്ന് വിഷ്ണുവിന്റെ അഭ്യർത്ഥനയാൽ പ്രപഞ്ച ശില്പിയായ വിശ്വകർമാദേവൻ ആദ്യ രചന നടത്തി. വിശ്വകർമാവിന്റെ അനുയായികൾ തുടർകാലങ്ങളിൽ അവതാര കഥകൾ വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കുമെന്ന് വാഗ്ദാനവും നൽകി. ഈ ചടങ്ങാണ് ഓണവില്ല് സമർപ്പണം. ഈ ഐതിഹ്യത്തിന്റെ തുടർച്ചയായാണ് ഓണവില്ല് കരമന വിളയിൽ വീട് കുടുംബത്തിലെ വിശ്വകർമ്മജരായ കലാകാരന്മാർ അനുഷ്ഠിച്ചു വരുന്നത്.